കോട്ടയം അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാൻ തോമസ് ആനിമട്ടിൽ പിതാവ് ഇപ്പോൾ ഗുഡ്നസ് ടി വിയോടൊപ്പം ചേരുകയാണ്. പിതാവെ, ഗുഡ്നസ് ടി വിയുടെ എല്ലാവിധ ആശംസകളും അങ്ങേക്ക് ആദ്യമേ നേരുകയാണ്. ഈ ഒരു പുതിയൊരു നിയോഗത്തെ എങ്ങനെയാണ് അങ്ങ് ആദ്യമായി നോക്കിക്കാണുന്നത്? എന്നെ സംബന്ധിച്ചോളം ഈ ഒരു നിയോഗം എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിച്ചെന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം എനിക്കായി നൽകിയിരിക്കുന്ന ഒരു ദൗത്യം, അത് സന്തോഷകരമായി പൂർത്തീകരിക്കുക, ജനത്തോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ നിർവഹിക്കുക. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അകന്ന് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയോ സംഭവിച്ചതാണ്. അവരെയൊക്കെ എങ്ങനെയെങ്കിലും ചേർത്ത് നിർത്തി സഭയുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു വലിയൊരു ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആ ശുശ്രൂഷ നമുക്ക് പിതാവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമൂഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും സീറോ മലബാർ സഭയിലെ മറ്റു രൂപതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോട്ടയം അതിരൂപതയുടെ കീഴിൽ അപ്പോൾ ഒരു ഭരണപ്രദേശം എന്ന് പറയുന്നത് ലോകം മുഴുവനുമാണ്. അത്തരത്തിൽ കോട്ടയം അതിരൂപതയുടെ കീഴിൽ പുതിയൊരു നിയോഗത്തിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് ഈ വിശ്വാസികളിലേക്ക് ശുശ്രൂഷ വ്യാപിപ്പിക്കാനായിട്ട്? അങ്ങനെ ഒരു നിയോഗത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചോളം നമുക്ക് അധികാരപരിധി എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ അധികാരപരിധിക്കകത്ത് മാത്രമേ ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ രൂപതകളോട് ചേർന്ന് നിൽക്കുന്ന സീറോ മലബാർ രൂപതയുടെ ഭാഗമായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് ലോകമെങ്ങും മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടുന്നൊരു സാഹചര്യം നമുക്കും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മുടെ ശുശ്രൂഷകൾ അവരോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നിലവിലങ്ങ് വികാരി ജനറലായിട്ട് കോട്ടയം അതിരൂപതയിൽ നിൽക്കുകയാണ്. പുതിയൊരു നിയോഗം, ഇത് രണ്ടിനും എങ്ങനെ കാണുന്നു? വികാരി ജനറലായിട്ട് ഇത്ര വർഷം പിതാവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് അങ്ങ്. ഇപ്പോൾ ഒരു സഹായമെത്രാനായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? വലിയ വ്യത്യാസം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷകൾ തന്നെയാണ് ഇനി മുന്നോട്ട് തുറന്നുകൊണ്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ 3 പേരുണ്ട്. അതിന് ഏത് വിധത്തിലാണ് വിഭാവനം ചെയ്തതെന്ന് അറിയത്തില്ല. എങ്കിൽ പോലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് ഇപ്പോൾ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അതുതന്നെ തുടരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ആ രീതിയിൽ തന്നെ പോകും. പിതാക്കന്മാരോട് ചേർന്ന് നിന്ന് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം.